വിഷ്ണുമായ സ്വാമിയുടെ കളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കരിങ്കുട്ടി സ്വാമിയുടെ കളാണ്. ഇവിടെ അമ്പലത്തിലെ കുലദേവത എന്ന് പറയുന്നത്, മൂലദേവത എന്ന് പറയുന്നത് കരിങ്കുട്ടി സ്വാമിയാണ് എന്ന് പറയുന്നതാണ്. ആ കരിങ്കുട്ടി സ്വാമിയുടെ കളംപാട്ട് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നതും കരിങ്കുട്ടി സ്വാമിയുടെ കളം തന്നെയാണെന്ന് പറയാം, അല്ലെങ്കിൽ കളംപാട്ട് തന്നെയാണെന്ന് പറയാം. കളംപാട്ട് പ്രസ്ഥാനത്തിലെ കലാകാരന്മാർ കരിങ്കുട്ടി സ്വാമിനെ വർണ്ണിക്കുന്നതും താമര കണ്ണുകളുള്ള കറുത്തുകുറിയവനായ കരിങ്കുട്ടി സ്വാമിയെ വർണ്ണിക്കുന്നത് കേൾക്കാൻ വളരെ രസകരമാണ് എന്ന് പറയാം. നമുക്ക് തന്നെ ചില സമയങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു രോമാഞ്ചൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ കാളകളി തുടങ്ങി ആനകളി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വരിയും, അതേപോലെ തന്നെ കള്ളുണ്ടോ ചാക്യാരി, അങ്ങനെയുള്ള കുറെ രസകരമായിട്ടുള്ള വരികളും അതിൽ കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. കരിങ്കുട്ടി സ്വാമി കൈലാസത്തിലേക്ക് പോകുന്നതും അതിനുശേഷം അവിടെ കുട്ടിച്ചാത്തന്മാരിൽ കരിങ്കുട്ടി ചാത്തനെ പന്തല്ലൂര് ഭട്ടതിരിപ്പാടിന്റെ ഇല്ലത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അവിടെ നിന്ന് തുടങ്ങിയിട്ട് കാളപ്പുറത്തേറി കരിങ്കുട്ടി സ്വാമിയുടെ ആ ഇല്ലത്തേക്കുള്ള യാത്ര വർണ്ണിക്കുന്നതാണ് ഏറ്റവും രസം. അത് കഴിഞ്ഞിട്ട് സ്വാമിയുടെ കുറെ അമാനുഷികമായിട്ടുള്ള വ്യക്തികളും അവിടെ നമുക്ക് ആ പാട്ടിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. ഇട്ടിനാരായണയുടെ സങ്കടം കണ്ട് കരിങ്കുട്ടി സ്വാമി ഞാൻ അവിടുത്തെ കുലദേവതയായി ഇരുന്നോളാന്ന് ഇട്ടിനാരായണിക്ക് വാക്ക് കൊടുക്കുന്നതും ഈ കളംപാട്ട് കലാകാരന്മാർ പാടുന്നത് വളരെ രസകരമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ വർണ്ണന വളരെ രസകരമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും കരിങ്കുട്ടി സ്വാമിയുടെ കളത്തിന് വരണം.